ആരിഫ് കെ ഇനി പേടിക്കുകയും ചെയ്യേണ്ട. ആരിഫ് കാക്ക് അങ്ങ് ലണ്ടനിൽ നിന്ന് കിട്ടാത്ത ഉത്തരം എനിക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഷാഫി മദവിനെ കുറിച്ചുള്ള ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായി നമ്മുടെ ആരിഫ് ഹുസൈൻ അങ്ങ് ലണ്ടനിൽ നിന്നും മെഴുകുന്ന വീഡിയോ അത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടാണ്. എന്നാലും ഒരു ചെറിയൊരു ഷോട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. So he claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also. He's a liar. He's a liar who's lying upon our faith, because Once this video is out. Wait. Even AI is not helping you. Even AI is not helping you. And my internet is What's your name? What's your name? You don't know my name. No, I don't know. What's his name? No problem. What's his name? Once I upload He said video, Arif earlier. you can watch. I told you this. Arif. All the information and all the evidence will be there online. No, So no, you're no. going to cut up the videos and then you're going to go there. That's what he just said. No. Right here. Right here. Look at. Your excuse the internet, I'll give you internet. How about that? I won't. Your No, we excuse have the internet. I'll give you Here, internet. my phone. My I'll give you phone. internet. Can give you So no excuses now. On screen. My phone. We are not going to watch your channel. On screen it will be there. Internet. No. കണ്ടില്ലേ? ഇതിന്റെ മുഴുവൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ആരിഫ് ഹുസൈൻ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആരിഫ് ഹുസൈൻ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു, ഇസ്ലാമിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാം, അതായത് ഒരു ബാപ്പക്ക് അല്ലെങ്കിൽ ഒരു ഉപ്പക്ക് സ്വന്തം മകളെ കല്യാണം കഴിക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ഓപ്പോസിറ്റിൽ നിന്ന് ആൾ ചോദിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഏത് ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാണ്. പിന്നെ ആരിഫ് ഹുസൈൻ ഒരേ സെർച്ചാണ്, മൊബൈലിൽ ഇങ്ങനെ തോണ്ടി ലാസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അവസാനം പറഞ്ഞു നെറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു മറ്റേ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു എന്നാൽ എന്റെ ഫോൺ തരാം, പക്ഷെ അതൊന്നും വേണ്ട, എന്റെ വീഡിയോയിൽ ഞാൻ ഇടാം, അപ്പൊ അതിൽ കയറി കണ്ടോ എന്നും പറഞ്ഞിട്ട് ആരിഫ് ഹുസൈൻ അവിടെ തടി തപ്പി. അതാണ് സംഭവം നടന്നിട്ടുള്ളത്. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ചാറ്റ് GPT യോട് ചോദിച്ചു. ചാറ്റ് GPT പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് സൂറത്ത് അൻ നിസ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട്, അതായത് പെൺകുട്ടിയല്ല സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് സ്വന്തം അമ്മയാണ്, മദർ, രണ്ടാമത് മക്കളെയാണ്, അതുപോലെ പെങ്ങന്മാരെ, ഇവരെ ഒന്നും കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഇത് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചാറ്റ് GPT പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഖുർആന് സ്വന്തം മകളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസ്ഡ് ഓൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ മിസ് ട്രാൻസ്ലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മിസ് ഇൻഫോർമേഷൻ ആയിരിക്കും എന്ന് ചാറ്റ് GPT കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഏതെങ്കിലും മുസ്ലിംസിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും സെക്ട് ഒരു സെക്ഷൻ മാത്രം പറയുന്നതാണോ എന്ന് അതും ഞാൻ ചെക്ക് ചെയ്തു. ഇതാ അതിനുള്ള ഉത്തരമാണ് ഇത്. അതായത് ദിസ് പ്രൊഹിബിഷൻ ഈസ് വൺ ഓഫ് ദി ക്ലിയറസ്റ്റ് ആൻഡ് മോസ്റ്റ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് റൂൾ ഇൻ ഇസ്ലാം. ഇസ്ലാമിലെ മോസ്റ്റ്, അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഹിബിഷൻ ആണ്, ഒരു നിരോധനമാണ്. ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഓൾ ബ്രാഞ്ചസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിലെ എല്ലാ ബ്രാഞ്ചും, സുന്നി, ഷിയ, അബാരി, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യം യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്, സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പാടില്ല, ഇസ്ലാമിക് റൂൾ പ്രകാരം കല്യാണം കഴിക്കാൻ പാടില്ല, പറ്റില്ല എന്ന്. അത് ഫോർബിഡൻ ചെയ്തിട്ടുണ്ട്, അത് വലിയ തരത്തിലുള്ള ഒരു തെറ്റാണ് എന്നും കൂടി ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചാറ്റ് GPT പറഞ്ഞിട്ടുള്ളത്. ഇനി ചാറ്റ് GPTക്ക് തെറ്റിയതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെമിനിയോട് ചോദിച്ചു നോക്കാം. അങ്ങനെ ജെമിനിയോട് ചോദിച്ചിട്ടുള്ള ഉത്തരമാണ് ഇവിടെ കാണുന്നത്. ഇസ്ലാമിക് ലോ ശരിയ പ്രകാരം മുസ്ലിം റിലേഷൻഷിപ്പിൽ, അതായത് എങ്ങനെയൊക്കെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലെ 4ാമത്തെ ചാപ്റ്റർ വേഴ്സ് 23 ഇതിൽ കൃത്യമായി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. അതിൽ സ്വന്തം അമ്മയെ അല്ലെങ്കിൽ മദർ, ഡോട്ടർ, സിസ്റ്റർ, അതുപോലെ ഹിസ് പാട്രീനിയൽ ആൻഡ് മാട്രീനിയൽ ആന്റീസിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, നീസസിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇവരൊന്നും കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചാപ്റ്റർ 4
അതുപോലെ വേഴ്സ് 23 കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജെമിനിയും പറയുന്നത്. ഇത് തന്നെയാണ് ChatGPT പറഞ്ഞിട്ടുള്ളത്. ദിസ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, അതായത് എല്ലാ ഇസ്ലാമിക് സ്കൂൾസും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം ശരിവെച്ച ഒരു കാര്യമാണ്. അതുപോലെ ജെമിനി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു മാരേജ് അറ്റംപ്റ്റോ നടത്തുന്നത് തന്നെ വലിയൊരു പാപമാണ് എന്നാണ് ജെമിനി പറയുന്നത്. അതായത് ഖുർആനിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ജെമിനി വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു മാരേജ് എന്ന് പറയുന്നത് അത് ലീഗലി വോയിഡ് ആണ് എന്നുള്ളൊരു കാര്യം, അതായത് ബാത്തിലാണ്, അതായത് ഇസ്ലാമിക് വേർഡാണ് ബാത്തിൽ, ലീഗലി വോയിഡ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ജെമിനി. അതായത് ഖുർആനിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് ജെമിനി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ആരിഫ് ഹുസൈൻ ഒരു പോസ്റ്റുമായി മുന്നോട്ട് വന്നു. ഇതാ ഈ പോസ്റ്റാണ്. അവിഹിതത്തിൽ ഉള്ള സ്വന്തം മകളെ ബാപ്പയ്ക്ക് കല്യാണം കഴിക്കാം എന്ന് ഇസ്ലാം. ഇവൻ വാ തുറന്നു കഴിഞ്ഞാൽ കളവ് പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ് വാ തുറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഞാൻ ഈ കാര്യം ജെമിനിയോട് ചോദിച്ചു. ജെമിനി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് അവിഹിതത്തിലായിരുന്നാലും ശരി, ബയോളജിക്കൽ ഫാദർ സ്ട്രിക്ട്ലി ഫോർബിഡൻ ഫ്രം മാരിയിങ് ഹിസ് ബയോളജിക്കൽ ഡോട്ടർ. അതായത് ബയോളജിക്കലി അയാൾ ആ കുട്ടിയുടെ പിതാവാണെങ്കിൽ ആ പിതാവിന് ആ മകളെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്ന് ഇസ്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബയോളജിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് നിഷേധിച്ചിരിക്കുന്നു. അതായത് മാരേജ് കഴിക്കുന്നത് സ്വന്തം മകളെ, അത് മെജോറിറ്റി ഓഫ് അതായത് ഇസ്ലാമിക് സ്കൂൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡോക്ടർ ആണെങ്കിൽ, സ്വന്തം ബയോളജിക്കലി ഉണ്ടായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് സ്ട്രിക്ട്ലി ഹറാം എന്നാണ് പറഞ്ഞത്. ഹറാം എന്ന് പറയുന്നത് അതിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആളുകൾ അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു പോസ്റ്റാണ്, ഷാഫി മദ്ഹബിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം പെർമിറ്റഡ് ആണ്, അതായത് സ്വന്തം മകളെ ബാപ്പയ്ക്ക് അല്ലെങ്കിൽ ഫാദറിന് കല്യാണം കഴിക്കാമെന്ന് ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കൃത്യമായ രീതിയിൽ ജെമിനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോളൂ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് ടെക്നിക്കാലിറ്റി ഇൻ ഷാഫി സ്കൂൾ ഓഫ് തോട്ട് ഇസ് സം ടൈം ട്വിസ്റ്റഡ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ചില ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഷാഫി സ്കൂളിൽ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ചില ആളുകൾ അതിനെ വളച്ചൊടിച്ച്, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ ഷാഫി മദ്ഹബിൽ എന്ത് ചെയ്യാം, ഷാഫി സ്കൂളിൽ എന്ത് ചെയ്യാം, സ്വന്തം മകളെ ബാപ്പയ്ക്ക് കല്യാണം കഴിക്കാം എന്ന് അത് ഇവർ ജെമിനി പറയുന്നതാണ്. ട്വിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ലീഗൽ ആൻഡ് ബയോളജിക്കൽ ലീനേജസ് ഉണ്ട്. അതായത് ട്രഡീഷണൽ ഷാഫി സ്കൂൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അവിഹിതത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ലീഗലി ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റില്ല, ലീനേജ് ഇല്ല. അപ്പോൾ അതായത് ഈ ബയോളജിക്കൽ ഫാദറുമായിട്ട് എന്താ പറയാ, ലീഗലി ആയിട്ടുള്ള ലീനേജ് ഇല്ല എന്ന് ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാദറിന് ആ ഒരു ബാപ്പയ്ക്ക് എന്ത് ചെയ്യില്ല, ലീഗൽ റൈറ്റ്, ആ ഒരു പെൺകുട്ടിയുടെ പേരിൽ ലീഗൽ ആയിട്ടുള്ള യാതൊരു റൈറ്റും ഇല്ല. അതുപോലെ നോട്ട് ലീഗൽ ഗാർഡിയനും അല്ല, ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ, അതായത് മാൻഡേറ്ററി ആയിട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് ഈ ബാപ്പ കൊടുക്കണം നിർബന്ധമില്ല എന്ന് ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ജെമിനി ഇവിടെ പറയുന്നത്. അവിടെ അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇവിടെ ചില ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. ഇവിടെ പറയുന്ന ടെക്നിക്കൽ റൂളിംഗ് എന്ന് പറയുന്നത്, ഈ പറയുന്ന പെൺകുട്ടി ലീഗലി ഒരു ലീനേജ് അല്ല ഇയാളുടേത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ക്ലാസിക്കൽ ഷാഫി ടെക്സ്റ്റസിൽ പറഞ്ഞിട്ടുള്ളത് ടെക്നിക്കലി എന്ത് ചെയ്യാം, ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബാപ്പയും ഈ പെൺകുട്ടിയും അപരിചിതരാണ്, സ്ട്രേഞ്ചേഴ്സ് ആണ്, ടോട്ടലി സ്ട്രേഞ്ചേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ലീഗൽ ഡെഫിനിഷൻ, അതായത് സ്ട്രിക്ട്ലി ആ ഒരു ലീഗൽ ഡെഫിനിഷനിൽ ക്ലാസിക്കൽ ഷാഫി ജൂറിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മാരേജ് കഴിക്കുന്നത് ടെക്നിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമിക് ലോ വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ശരി, അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹൈലി ഡിസ്ലൈക്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് പ്രവർത്തിക്കാൻ പാടില്ല. ടെക്നിക്കൽ, അതായത് ഈ ടെക്നിക്കൽ ഡെഫിനിഷന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്, അല്ലാതെ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയും പറ്റില്ല. അതിനുശേഷം ഇപ്പോൾ മോഡേൺ ആപ്ലിക്കേഷൻ, അതായത് മോഡേൺ ഷാഫി സ്കോളേഴ്സും അതുപോലെ മേജർ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്ലോബലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലൂപ്പ് ഹോളിനെ, അതായത് ഈ ടെക്നിക്കൽ ലൂപ്പ് ഹോളിനെ ഫുൾ ആയിട്ട് ഷട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, അതായത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവർ റൂൾ ചെയ്തിട്ടുള്ളത് മാരേജ്, അതായത് ഈ പറയുന്ന എന്താണ് ബാപ്പ, അതായത് ഒരു അവിഹിതത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നത് സ്ട്രിക്ട്ലി ഇൻവാലിഡ് ആൻഡ് അതിനെ കൃത്യമായ രീതിയിൽ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ മോഡേൺ ഷാഫി സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം സൈക്കോളജിക്കലി ഹാം ചെയ്യുമെന്നും അതുപോലെ വയലേറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്, ഇതൊക്കെ കൊണ്ട് ഒരു നമുക്കറിയാം എങ്ങനെ ആയിരുന്നാലും ശരി ബയോളജിക്കലി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അവരുടെ മകൾ തന്നെയാണ്.
അല്ലെ? അവരുടെ പിതാവ് തന്നെയാണ്. അപ്പോൾ അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ആ ഒരു കാര്യമാണ് മോഡേൺ ഷാഫി സ്കോളേഴ്സ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനെ വെച്ചിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? ഷാഫി മദ്ഹബിൽ എന്ത് ചെയ്യാം, ഷാഫി സ്കൂളിൽ എന്ത് ചെയ്യാം, സ്വന്തം ബാപ്പയ്ക്ക് മകളെ കല്യാണം കഴിക്കാം. അതായത് ഇല്ലീഗലി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവിഹിതത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയെ എന്ത് ചെയ്യാം, കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ മാത്രമാണ്. അല്ലാതെ അത് പ്രാക്ടീസ് ചെയ്യാമെന്ന് ക്ലാസിക്കൽ ആയിട്ടുള്ള, അതായത് പഴയകാല ഷാഫി സ്കോളേഴ്സും പറഞ്ഞില്ല. ഇപ്പോഴത്തെ ഷാഫി സ്കോളേഴ്സ്, അതായത് മോഡേൺ ഷാഫി സ്കോളേഴ്സ് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലൂപ്പ് ഹോൾ അവിടെ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇവനെ പോലത്തെ ആളുകൾ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഇതൊന്നും കാണിച്ചു തരില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വ്യൂ ഇല്ല, ഫണ്ടിങ്ങും നിൽക്കും. ഇവൻക്കൊക്കെ ഫണ്ടിങ് കൊടുക്കുന്ന, അതായത് ഈ ആരിഫ് ഹുസൈനൊക്കെ ഫണ്ടിങ് കൊടുക്കുന്ന ആളുകൾ എത്രയാണോ അവർ കൊടുക്കുന്നത്, അതിന്റെ 1% ഒരു മുസ്ലിം കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ആരിഫ് ഹുസൈന്റെ വീഡിയോന്റെ മുഴുവൻ കാര്യങ്ങളും മാറും. അതായത് ഇസ്ലാമിനെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് അവൻ വീഡിയോ ചെയ്യാൻ തുടങ്ങും. അവനൊക്കെ അത്രയേ ഉള്ളൂ. അതായത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, അത്രമാത്രം. ഈ പറയുന്ന, അതായത് 2014 ശേഷം ഒരു പ്രത്യേകതരം ഒരു രാജ്യസ്നേഹികൾ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ആരോപണം, മുസ്ലിങ്ങൾ മതപരിവർത്തനം, അതായത് ആളുകളെ മുസ്ലിം ആക്കാൻ വേണ്ടി മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇത്രയും പൈസ ഉള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന ആരിഫ് ഹുസൈന് ആ പണത്തിന്റെ പകുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഈ വീഡിയോ ഇടുന്നത് നിർത്തും. അതായത് ഇസ്ലാമിനെതിരെ വീഡിയോ ഇടുന്നത് ഇവൻ നിർത്തും. അല്ലെങ്കിൽ ഇസ്ലാമിന് പോസിറ്റീവായിട്ട് ഇവൻ നാളെ മുതൽ വീഡിയോ ചെയ്യും. ആ പൈസ ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ. എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല? കാരണം അവർക്ക് അതിന്റെ കാര്യമില്ല, ആവശ്യമില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ മതം, അവരവരെ മതവുമായിട്ട് മുന്നോട്ട് പോകുന്നു, അത്രമാത്രം. അല്ലാതെ അതിൽ ഇവനെ പോലത്തെ കുത്തിത്തിരിപ്പുമായിട്ട്, അതായത് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്, ഈ ആരിഫ് ഹുസൈൻ ഇസ്രായേലിൽ പോയി അവിടുന്ന് പൈസ വാങ്ങുന്നുണ്ട്, അതുപോലെ BJP അടുത്തും പൈസ വാങ്ങിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവനിക്ക് ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ മാത്രമേ അറിയൂ. അല്ലാതെ ഇപ്പോൾ കണ്ടില്ലേ, പബ്ലിക്ലി ഒരാളുടെ മുന്നിൽ പെട്ടു, അയാൾ ചോദ്യം ചോദിച്ചു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. കുറെ സമയം സ്ക്രോൾ ചെയ്ത് നോക്കി, തപ്പി ഒന്നും കിട്ടുന്നില്ല. പിന്നെ അവർ എന്റെ വീഡിയോയിൽ കണ്ടുപോകുന്നു പറഞ്ഞ് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഇതേ ഇവനിക്ക് പറ്റൂ. കാരണം എന്താണ് കോയ കോളിംഗ് എന്നും പറഞ്ഞിട്ട് ആരൊക്കെയോ പൈസയും കൊടുത്തിട്ട് എന്ത് ചെയ്യും, വിളിക്കുന്നതാണെങ്കിൽ ഒരു പൊട്ടനായിരിക്കും. അവൻ എന്തൊക്കെയോ പറയും, ആരിഫ് എന്ത് ചെയ്യും, എന്തോ കാര്യമായിട്ട് എന്തോ കണ്ടുപിടിച്ച പോലെ ആരിഫും കുറെ കാര്യങ്ങൾ പറയും. ഇത് കേട്ട് വിശ്വസിക്കാൻ കുറെ ആളുകളും, അതായത് അതായത് ഇവൻ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് കുറ്റം പറയുന്നത് ഇസ്ലാമിനെയാണ്. അപ്പോൾ ഇസ്ലാമിനെ കുറ്റം പറയുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് വീഡിയോ കാണാൻ നിൽക്കുന്ന കുറെ പേർ, അവർക്കറിയില്ല ഇവൻ എന്താണ് പറയുന്നതെന്ന്. ഇവൻ ആണെങ്കിൽ ഖുറാന്റെ ചെറിയൊരു പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കും, ഇവിടെ നിൽക്കും, അങ്ങനെയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കും. അതായത് ഇസ്ലാം ഇങ്ങനെയാണ്, ഭീകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അതായത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് ചെയ്യാം, ഇസ്ലാമിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാം എന്നാണ്. പിന്നീട് ഇവനിപ്പോൾ മാറ്റി പറഞ്ഞ പുതിയ പോസ്റ്റ് ഇട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതാണത്, അവിഹിതത്തിലുള്ള സ്വന്തം മകളെ ബാപ്പക്ക് കല്യാണം കഴിക്കാം എന്ന് മാറ്റി പറഞ്ഞു. ഇത് രണ്ടും സത്യമല്ല, ഇത് രണ്ടും തെറ്റാണ്. അതാണ് ഇപ്പോൾ ChatGPT, അതായത് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ChatGPTയും അല്ലെങ്കിൽ AI ഇസ്ലാമിനെ തകർക്കുന്നത് നമുക്ക് കാണാമെന്ന്. ശരിക്കും ഈ AI-യും അതായത് ChatGPTയും ജെമിനിയും ഒക്കെ ഇപ്പൊ തകർത്തിട്ടുള്ളത് ആരിഫ് ഹുസൈനെയാണ്. ആരിഫ് ഹുസൈന്റെ ക്രെഡിബിലിറ്റിയാണ്. ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല എന്നായിരുന്നാലും ശരി. അപ്പോൾ ഈ AI-നെ കൊണ്ട് തന്നെ, അതായത് AI-നെ കൊണ്ട് ഇസ്ലാമിനെ തകർക്കാം എന്ന് പറഞ്ഞു വന്നവൻ ഇപ്പോൾ AI കൊണ്ട് തന്നെ അവൻ സ്വയം തകർന്നിട്ടാണുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.